നമസ്കാരം രാജേട്ടാ. പുതിയ ഗവർണറും സർവകലാശാലകളെയാണ് ആദ്യം തന്നെ പിടികൂടിയിരിക്കുന്നത്. അത് നല്ലൊരു നീക്കമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ നിയമനങ്ങളും പഠനവും എല്ലാം ഒരു കൈവിട്ട കളി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് പുതിയ ഗവർണറുടെ പുതിയ നീക്കം? പുതിയ ഗവർണറുടെ പുതിയ നീക്കമല്ല, പുതിയ ഗവർണറുടെ പഴയ നീക്കം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ തീരുമാനം ഇടിവെട്ട് തീരുമാനം എന്ന് പറയാം. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സർവകലാശാലകൾ സത്യം പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഒരു വിദ്യാഭ്യാസമാണ്. പല PhD ബിരുദങ്ങളും കോപ്പി അടിച്ചുണ്ടാക്കി എടുക്കുന്നതാണ്. വാഴക്കുല വിവാദങ്ങളെ കണ്ടതാണ്. ഒരു കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം. കേരളം ഭാരതത്തിന് മുമ്പിൽ മാതൃകയായത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. കേരളം നമ്പർ 1 എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന് ആ അർത്ഥത്തിലായിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം സർവത്ര കുത്തഴിഞ്ഞു. അക്കാഡമിക് രംഗം ആരും നിയന്ത്രിക്കാനില്ലാത്തതുപോലെ ഒരു വളരെ ദയനീയമായ അവസ്ഥയിലാണ്. പ്രത്യേകിച്ചും SFI എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു കൂത്തരങ്ങായി മാറിയ കലാലയങ്ങൾ. സ്വാഭാവികമായും അവിടെ ഒരു ശുദ്ധീകരണം വേണമെന്ന് CPM-നകത്തുള്ള നല്ല മനുഷ്യർ പോലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം തങ്ങളുടെ മക്കളെ കോളേജിലേക്ക് അയക്കുന്നത് കഠാര എടുക്കാനും കത്തിക്കുത്ത് നടത്താനും അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനുമല്ല, പഠിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ എന്തായാലും അതിന് സാധ്യതയില്ലാത്തൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ടൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കലാലയങ്ങളെ, സർവകലാശാലകളെ നിരീക്ഷിക്കാൻ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം പറയുന്നത് എല്ലാ സർവകലാശാലയിലും പോയി ഒരു ദിവസം താമസിക്കുമെന്നും താമസിച്ച് അവിടുത്തെ ഗവേഷണങ്ങളെയും മറ്റു കാര്യങ്ങളെയും നിരീക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊരു ശുഭോദാർക്കമായ കാര്യമാണ്. വരുന്ന ഭാവിയിലെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസം മികവുറ്റതാക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബീഹാർ എത്രയോ മോശമാണ് വിദ്യാഭ്യാസ രംഗത്ത് എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. പക്ഷേ ഇവിടെ വരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ IAS IPS മാതിരിയുള്ള ആ രംഗത്ത് IIT പോലുള്ള രംഗത്തേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് ബീഹാറിൽ നിന്നാണ് എന്ന് ഓർക്കുമ്പോഴാണ് കേരളം എവിടെ നിൽക്കണോ എന്ന് ചിന്തിക്കേണ്ടത്. അപ്പം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ കുറേ കാലമായി ഈ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട്, കാരണം VC നിയമിക്കുന്ന രാഷ്ട്രീയക്കാർ യാതൊരു ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അക്കാഡമിക് യോഗ്യതയില്ലാത്ത ആളുകളെയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് SFIക്കാരുടെയും യൂണിയൻകാരുടെയും NGO യൂണിയൻകാരുടെയും CITUവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകളെ അവിടെ തിരികെ കയറ്റി അങ്ങനെ സർവകലാശാലകൾ സർവകലാപശാലകളാക്കി മാറ്റി. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച നീക്കം അത് കുറച്ചുകൂടി കരുത്തു കാട്ടിക്കൊണ്ട് പുതിയ ഗവർണർ മുന്നോട്ട് കൊണ്ടുപോകും. അതെ, ആരിഫ് മുഹമ്മദ് ഖാൻ വഴിവെട്ടിയാണ്. ആ വഴി തന്നെ മുന്നോട്ട് പോകുമെന്ന് വളരെ ആശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ അർലേക്കർ വളരെ നിശബ്ദനായി അദ്ദേഹം ഒന്ന് പ്രഖ്യാപിക്കണം. വലിയ ബഹളമൊന്നും ആരോട് ബഹളമൊന്നും വെക്കാൻ പോകുന്നില്ല. പക്ഷെ തന്റെ നിലപാട് അത് തന്നെയാണ്. അദ്ദേഹം തുടർന്നു വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വെട്ടിയ വഴിയിൽ കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നത് എന്ന് വന്നതിന്റെ അന്ന് തന്നെ അദ്ദേഹം അത് ഉറപ്പിച്ചു. ഇന്നലെ VC-മാരുടെ യോഗം രാജ്ഭവനിൽ വിളിച്ചിരുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വാർത്ത വരുന്ന അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാ കലാലയങ്ങളിലും എല്ലാ യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലും അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിച്ചുകൊണ്ട് അവിടുത്തെ ഗവേഷണ പഠനം അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവർണർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക. വാസ്തവത്തിൽ അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കുമെന്നും അതൊരു ശുഭോദാർക്കമായ കാര്യമാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. മാത്രമല്ല കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും UGC നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ഇനി ഗവർണർമാർക്ക് പൂർണ്ണമായും അധികാരം വാസ്തവത്തില് UGC നിയമം പിൻപറ്റുന്ന അല്ലെങ്കിൽ ആ നിയമം അനുസരിച്ച് ശമ്പളം മേടിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കലാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം UGC മാനദണ്ഡം പാലിക്കാൻ നിർബന്ധിതരാണ്. അപ്പൊ UGC മാനദണ്ഡം അനുസരിച്ച് ഇന്നലെ സർവകലാശാല നിയമം പുറത്തിറക്കിയപ്പോൾ ഗവർണറാണ് അല്ലെങ്കിൽ ചാൻസലറാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്. അത് ശരിയാണല്ലോ. ഇവിടെ കേരളത്തിൽ എന്തായിരുന്ന അവസ്ഥ? ചാൻസലർക്ക് കലാലയത്തിൽ കയറാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറാൻ പറ്റില്ല. ഒരു യൂണിവേഴ്സിറ്റി കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അവിടെ പോയി താമസിച്ചു, അതുവരെ സത്യം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ധാർഷ്ട്യം. അധിപൻ ആരാണ്? വൈസ് ചാൻസലറാണോ ചാൻസലറാണോ? ചാൻസലറാണ്. അപ്പൊ ചാൻസലർക്ക് തന്റെ കീഴിലുള്ള സർവകലാശാലകളിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്ന ചാൻസലർമാരായി വരുന്ന ആളുകളാണെങ്കിൽ ഒന്നുകിൽ ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മുസ്ലിം ലീഗിന്റെയോ അല്ലെ കോൺഗ്രസിന്റെയോ അല്ല, രാഷ്ട്രീയ നോമിനികളാണ് പലരും വരുന്നത്. അതുകൊണ്ട് തന്നെ നിയമിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാരോട് കൂറ് കാണിക്കേണ്ട അവസ്ഥ പല VC-മാർക്കും ഉണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്
CIT യൂണിയന്റെ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെ സെനറ്റിലേക്ക് വരുന്നത്. യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും മാനദണ്ഡവും പാലിക്കാതെ അത്തരത്തിലുള്ള ആളുകൾ സെനറ്റിലേക്ക് വരുന്ന കാര്യം അതുകൊണ്ടാണ് സെനറ്റ് മെമ്പറായിട്ട് വരുന്നത്. ഈ ആർഷയെ പോലുള്ള വിദ്യാർത്ഥി സഖാക്കന്മാർ അല്ലെങ്കിൽ അവര് നേതൃത്വം കൊടുക്കുന്ന ആ തരത്തിലുള്ള പിന്നെ കുട്ടി സഖാക്കൾ ഒക്കെയാണ് കലാലയങ്ങളെ നിയന്ത്രിക്കുന്നത്, സർവകലാശാലകളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന അവസ്ഥ വരുമ്പോൾ നോക്ക് എങ്ങനെയാണ് സർവകലാശാലകൾ അതിന്റെ ആ ഗൗരവം അല്ലെങ്കിൽ ആ ആഢ്യത്വം നിലനിർത്തുന്നത് അറിയാൻ സാധിക്കും. വളരെ മോശം സാഹചര്യത്തിലാണ് ഇതിനോട് നമ്മുടെ സർക്കാരിന്റെ ഒരു സമീപനം ഏത് തരത്തിലായിരിക്കും? സർക്കാർ ഇന്നലെ തന്നെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഈ UGC നിയമങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കണം. ഒരിക്കലും അങ്ങനെ UGC നിയമങ്ങളിൽ നിന്ന് കേരളത്തെ മാത്രമായി ഒഴിവാക്കാൻ സാധ്യമല്ല. എന്തിനാ 4-5 സർവകലാശാലയിലെ VC-മാരെ നിയമിക്കുന്നതിന് വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന, ആയിരക്കണക്കിന് അധ്യാപകരുടെ ഭാവി അപകടത്തിലാക്കുന്ന നീക്കം എന്തിനു നടത്തണം? അവർക്ക് 4-5 വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതില്ലാതാക്കുന്നത്. സർവകലാശാലകള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യജമാനന്മാര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ കുത്തിത്തിരിപ്പ് നടത്തുന്ന ആശാന്മാരെ കുടിയിരുത്താനുള്ള ഒരു വേദിയാക്കി മാറ്റാനുള്ള അവരുടെ താല്പര്യം മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഊന്നി ഇനി സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടി മുന്നോട്ട് പോകുക എന്നായിരിക്കും സർക്കാരിന്റെ നയം? അല്ല, സർക്കാർ ഏറ്റുമുട്ടൽ തയ്യാറാണോ എനിക്കറിയില്ല. തയ്യാറായാലും പക്ഷെ ഗവർണർ ഒരു മുന്നറിയിപ്പാണിത്. വളരെ ശാന്തമായി ഞാൻ നിയമത്തെ പിൻപറ്റി, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ നിയമങ്ങളെ പിൻപറ്റിക്കൊണ്ട് എന്താണോ ഗവർണറുടെ ചുമതല ആ ചുമതല ഞാൻ നിർവഹിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് വളരെ ശാന്തനായ അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം ഒരു ഏറ്റുമുട്ടലില്ല. നേരത്തെ പറഞ്ഞല്ലോ, ബഹളം ഉണ്ടാക്കാനും ഞാനില്ല, ഏറ്റുമുട്ടലില്ല, പക്ഷെ നിയമം നടപ്പിലാക്കും. നിയമം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതൊക്കെ ഒരുതരം ഈർഷ്യത അല്ലെങ്കിൽ ഒരുതരം അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു കലാപത്തിന്റെ വഴി തന്നെ തിരഞ്ഞെടുക്കാൻ കുട്ടിക്കുരങ്ങന്മാരെ വിട്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന പോലെ SFIക്കാരെ തെരുവിൽ ഇറക്കി, യൂണിയൻകാരെ തെരുവിലിറക്കി ആ ഒരു സംഘർഷാത്മക അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയായിരിക്കും ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിക്കുക. പക്ഷെ നമ്മുടെ ഗവർണർ അതിനൊന്നും ചെവി കൊടുക്കുന്ന ആളല്ല. അദ്ദേഹം വളരെ നിശബ്ദനായി നിയമത്തിന് വിധേയമായി ആരോടും വഴക്കില്ലാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കാൻ ഉള്ള ഒരു പുറപ്പാടാണ് ഗവർണറുടെ നിലപാടുകൾ നമുക്ക് കാണുന്നത്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം കുറച്ചുകൂടെ ജനകീയമായ വിഷയത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കൊക്കെ ബൈറ്റുകൾ നൽകി, പ്രതികരണങ്ങൾ നൽകി ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ പുതിയ ഗവർണർ ആ രീതിയിലല്ല, പക്ഷെ കൃത്യമായ നിയമവഴിയിലൂടെ തന്നെ പോകുമെന്ന് തന്നെയാണ് മനസ്സിലായത്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല, അദ്ദേഹം ജനകീയനായ ഗവർണറായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു, തികഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷെ നമ്മുടെ അർലേക്കർ ജിയും അദ്ദേഹവും ഗോവയുടെ മന്ത്രിയൊക്കെ ആയിരുന്നു എങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. സ്വാഭാവികമായിട്ട് ആ ഒരു ക്വാളിറ്റി അദ്ദേഹം കാണിക്കും. ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് കാണിച്ചേ മതിയാവും. അദ്ദേഹം അതുകൊണ്ടാണ് ശാന്തനായിട്ട്, വളരെ ശാന്തനായിട്ട് ആദ്യമേ പ്രഖ്യാപിച്ചത്, എനിക്ക് ആരോടും സംഘർഷത്തിന്റെ അന്തരീക്ഷം ഇല്ല, ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ആരോടും വഴക്കിന് ഞാനില്ല. പക്ഷെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു, നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും, നിയമത്തെ പിൻപറ്റി ആ പാതയിലൂടെ തന്നെ ഞാൻ പോകുമെന്നാണ് ഇന്നലെ VC-മാരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. സർവകലാശാലകളെ ശുദ്ധീകരിച്ചുകൊണ്ട് കേരളത്തിലെ നമ്പർ 1 വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി കേരളത്തിലെ സർവകലാശാലകളെ മാറ്റാൻ വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹവും അതിനുവേണ്ടി കൃത്യമായി പണിയെടുക്കാനും താൻ തയ്യാറാണ് എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നറിയിപ്പുമാണ് ഇന്നലത്തെ VC-മാരുടെ യോഗത്തിൽ കൊടുത്തത്. ഇന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ എല്ലാ സർവകലാശാലകളിലും പോയി താമസിക്കും, അവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥികളെ ഗവേഷണ പഠനങ്ങളെ നിരീക്ഷിക്കും. സ്വാഭാവിക ശുഭോദാർക്കമല്ലേ, നല്ലതല്ലേ? തീർച്ചയായും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇതിനേക്കാളും ചലനാത്മകമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ആർക്കാ സാധിക്കുക? എന്തായാലും ആ ഒരു തീരുമാനം വളരെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഇടിവെട്ട് തീരുമാനം തന്നെയാണ്. ഇനി ഗവർണർ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ തടയും എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും രംഗത്ത് വരുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു കമന്റ്, കീരി പോയിട്ട് ചെങ്കീരി വന്നു എന്നാണ്. അതുപോലെ കീരി പോയി ചെങ്കീരി വന്നു എന്നാണ്. അപ്പൊ ചെങ്കീരിയാണോ കീരിയാണോ അത് നമുക്കറിയില്ല. എന്തായാലും സംശുദ്ധമായ ഒരു അക്കാഡമിക് നിലവാരം കേരളത്തിൽ പുലർത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തും എന്നുള്ളതാണ് നാം കാണുന്ന വസ്തുത.